അമേരിക്കൻ എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ സൈമൺ സിനക് പറഞ്ഞ ഒരു ലൈവ് കഥയുണ്ട്, സ്റ്റോറി. ഒരിക്കലും ഒരു ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥൻ വലിയൊരു കോൺഫറൻസിൽ പ്രസംഗിക്കാൻ വന്നു. സദസ്സിനെ നോക്കി അദ്ദേഹം ഒന്ന് ചിരിച്ചു. കയ്യിലിരുന്ന കപ്പിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ച് വളരെ ഒരു ആയാസരഹിതമായിട്ടായിരുന്നു അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്തത്. അതൊരു വില കുറഞ്ഞ സ്റ്റെറോഫോം കപ്പായിരുന്നു. ഒരു ദീർഘനിശ്വാസം അദ്ദേഹം കാപ്പി കുടിച്ചു വിട്ടു. നിങ്ങൾക്കറിയാമോ, ഞാൻ കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ പ്രസംഗിക്കാൻ വന്നു. അന്ന് ഞാൻ പ്രതിരോധ അണ്ടർ സെക്രട്ടറിയുടെ പദവി വഹിച്ചിരുന്നു. അന്ന് ഞാൻ എത്തിയത് വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്താണ്. അവിടെ എന്നെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. താമസിക്കുന്ന വലിയൊരു മുന്തിയ ഹോട്ടലിൽ, അകമ്പടിക്ക് നല്ല വാഹനങ്ങൾ, റൂമിലെത്തിക്കാൻ പ്രത്യേകം ജീവനക്കാർ. അവർ എനിക്ക് വില കൂടിയ വളരെ മനോഹരമായ സെറാമിക് കപ്പിൽ കോഫിയൊക്കെ തന്നു. ഇന്ന് ഞാൻ ഉയർന്ന പദവി വഹിക്കുന്നില്ല, പദവിയൊക്കെ പോയി. ഫ്ലൈറ്റിൽ എക്കോണമി ക്ലാസ്സിലാണ് ഞാൻ തനിച്ച് വന്നത്. ഹോട്ടലിലും ഈ വേദിയിലും എത്തിയത് തനിച്ചാണ്. ഒരു കോഫി കിട്ടുമോ എന്ന് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ, ഇതേ കോഫി മെഷീൻ ഉണ്ട്, അവിടെ പോയി എടുത്തു കുടിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി കോഫി മെഷീൻ്റെ മുമ്പിൽ പോയിട്ട് സ്റ്റെറോഫോം കപ്പിൽ കോഫി എടുത്തു. അന്ന് എനിക്ക് ലഭിച്ച വിലപിടിപ്പുള്ള സെറാമിക് കപ്പും ആർഭാടങ്ങളും ബിസിനസ് ക്ലാസ്സും അകമ്പടിയും എല്ലാം എനിക്കുള്ളതായിരുന്നില്ല. അത് ഞാൻ വഹിച്ച അന്നത്തെ പദവിക്കുള്ളതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അർഹതപ്പെട്ടത് ദേ ഇപ്പോഴെൻ്റെ കയ്യിലുള്ള ഈ കപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഞാൻ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ആൾക്കാരോട് പറയാറുണ്ട്, നമുക്കൊരു വലിയ ഉയർന്ന ശമ്പളമുള്ളൊരു ജോലി കിട്ടിയാൽ പെട്ടെന്ന് നമ്മുടെ ചിലവുകൾ നമ്മൾ കൂട്ടരുത് എന്ന്. കാരണം എന്താണെന്നറിയുമോ, ഈ ജോലി ഒരിക്കൽ തെറിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല, വരുമാനം ഒട്ടും ഇല്ലതാനും. അപ്പോൾ നമ്മൾ വെട്ടിലായി പോകും. അതുപോലെയാണ് അദ്ദേഹം പറയുന്നത്, ഈ പദവിക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സ്വന്തമായി കിട്ടുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. തെറ്റിദ്ധരിച്ചാൽ പോയി. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഈ ഒരു നല്ല ചിന്തയോടെ നമ്മൾ എപ്പോഴും എന്തുവാ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ വരുമാനം അറിഞ്ഞ് ചെലവാക്കുക എന്ന ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.